ഭരണം UDF നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണല്ലോ. എനിക്ക് അതിന്റെ സ്ട്രാറ്റജി നോക്കിയാൽ അറിയാം. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. പ്രസിഡന്റ്ഷിപ്പിൽ 2.5 വർഷം വേണം, അല്ലെങ്കിൽ നാളെ നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും. തിരുവാലിയിൽ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി മുസ്ലിം ലീഗ്. UDFൽ പ്രതിസന്ധി. നിലവിൽ തിരുവാലിയിൽ UDFന് 11ഉം LDFന് 8ഉം അംഗങ്ങളാണുള്ളത്. ഇതിൽ UDFൽ കോൺഗ്രസിന് 7ഉം ലീഗിന് 4ഉം അംഗങ്ങളാണ്. പ്രസിഡന്റ്ഷിപ്പിൽ കോൺഗ്രസ് അംഗം 5 വർഷം ഭരണം നടത്തുമെന്ന് നേരത്തെ പാർട്ടി അവകാശപ്പെട്ടിരുന്നു. ഇതോടെയാണ് നാളെ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ലീഗ് ഭീഷണിയുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മലപ്പുറത്ത് വാർത്താസമ്മേളനം വിളിച്ചാണ് തിരുവാലിയിലെ ലീഗ് നേതൃത്വം ഇക്കാര്യം അറിയിച്ചത്. 15 വാർഡിൽ കോൺഗ്രസ് മത്സരിക്കുകയും 4 വാർഡിൽ മുസ്ലിം ലീഗ് മത്സരിക്കുകയും ചെയ്തു. ഈ 2 സംഘടനകൾ മാത്രമേ തിരുവാലി പഞ്ചായത്തിൽ UDFന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ അതിൽ നല്ല വിജയം കരസ്ഥമാക്കി കോൺഗ്രസ് 7 വാർഡിലും മുസ്ലിം ലീഗ് 11 വാർഡിലും വിജയിക്കുകയും 4 വാർഡിൽ വിജയിക്കുകയും തിരുവാലി പഞ്ചായത്ത് ഭരണം കരസ്ഥമാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 2.5 വർഷം ഞങ്ങൾക്ക് മുസ്ലിം ലീഗിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അത് തരാൻ അവർക്ക് വലിയൊരു സന്തോഷത്തോടുകൂടി തരാൻ തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള രീതിയിൽ മണ്ഡല കമ്മിറ്റിയെ മണ്ഡല കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്യുകയും ചെയ്തെങ്കിലും മണ്ഡലം MLA കൂടിയായ ബഹുമാനപ്പെട്ട അനിൽകുമാർ MLA അദ്ദേഹത്തിന്റെ ചർച്ചയിലൊന്നും അതിനൊരു നല്ല പോസിറ്റീവായ തീരുമാനം ഉണ്ടായില്ല. അതുകൊണ്ട് മലപ്പുറം മണ്ഡലം ജില്ലാ കമ്മിറ്റിയിലേക്ക് ആ വിഷയം ഞങ്ങളെ എത്തിക്കുകയും അത് ചർച്ച ചെയ്തെങ്കിലും അതൊന്നും അവിടെ ഞങ്ങൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടില്ല. വളരെ ഏത് രൂപത്തിലാണെങ്കിലും UDF ഒറ്റക്കെട്ടായി പോകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അന്ന് നിന്നും ഇപ്പോഴും ഞങ്ങളുള്ളത്. ഞങ്ങളുടേതായ സാന്നിധ്യം നമുക്ക് ആവശ്യപ്പെട്ടു. ഞങ്ങൾ 2.5 വർഷം ആവശ്യപ്പെട്ടു. പക്ഷെ അവര് ഒരിക്കലും മുസ്ലിം ലീഗിന് പ്രസിഡന്റ് സ്ഥാനം തരില്ല എന്ന ഒരു കാഠ്യമാണ് ഇപ്പോൾ. അല്ലാതെ വേറെ ഞങ്ങളുമായിട്ട് യാതൊരു അഭിപ്രായ തെരഞ്ഞെടുപ്പിലോ ഇതുവരെ ആ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് റിസൾട്ട് ഡിക്ലെയർ നിങ്ങൾ നിർണായകമാണല്ലോ. നിങ്ങൾക്ക് 4 സീറ്റ് എന്ന് പറയുന്നത് അവര് ഞങ്ങൾക്ക് ഒരു വർഷം ഇരുന്നാലും പോലും ഞങ്ങൾക്ക് തരില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വിവരങ്ങൾ. എന്നാൽ നാളെ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗ് പങ്കെടുക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. പ്രസിഡന്റ്ഷിപ്പ് തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗവും പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിക്കുന്നില്ല. അതുകൊണ്ട് ഭരണം UDF നഷ്ടപ്പെടും. അല്ല, ഭരണം UDF നഷ്ടപ്പെടും എന്നുള്ളത് തീർച്ചയാണല്ലോ. എനിക്ക് അതിന്റെ സ്ട്രാറ്റജി നോക്കിയാൽ അറിയാം. 7 കോൺഗ്രസ് ആണ്, 4 മുസ്ലിം ലീഗാണ്, 8 LDF ആണ്. അപ്പൊ ഭരണം LDFന് പിന്തുണക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ പാർട്ടിയുടെ അസ്തിത്വവും അതിന്റെ അഭിമാനവും നിലനിർത്തുക എന്നത് ഒറ്റ ലക്ഷ്യമാണ്. കാരണം 4 സീറ്റ് എന്ന് പറയുന്നത് 60 വർഷത്തിന് മുകളിലായിട്ട് LDF ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വാർഡിനെയാണ് മുസ്ലിം ലീഗ് പിടിച്ചെടുത്തത്. 40 വർഷമായിട്ടുള്ള ഒരു വാർഡിനെയാണ് മുസ്ലിം ലീഗ് മറ്റൊരു വാർഡ് പിടിച്ചെടുത്തത്. അപ്പൊ അത്രയും 100% സക്സസ്ഫുള്ളായ വിജയം കൈവരിച്ച ഒരു പാർട്ടിക്ക് അതിന്റെ പ്രാതിനിധ്യം നൽകാതെ പോകുന്നതിന് കണ്ണടക്കുന്നതിനെതിരെ ഒരു പക്ഷേ ആ ഭരണത്തോട് ഞങ്ങൾക്ക് കണ്ണടക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഈ വിസ്മയത്തിലേക്ക്. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ. ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.